ഹലോ ഗായ്സ്, വീണ്ടും എൻ്റെ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ, ഞാനിന്ന് ആക്ച്വലി ഒരു ട്രഡീഷണൽ മേക്കപ്പ് ലുക്കാണ് ചെയ്യുന്നത് കേട്ടോ. മേക്കപ്പിൻ്റെ ആദ്യപടിയായി നമ്മൾ മിനിമലിസ്റ്റിൻ്റെ ഒരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുന്നുണ്ട്. പറയാൻ തക്ക വലിയ ഗ്ലാമർ ഇല്ലെങ്കിലും ഞാൻ എൻ്റെ ലുക്കിൽ കോൺഫിഡൻ്റ് ആണ് കേട്ടോ ഗായ്സ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ മേക്കപ്പ് ലുക്ക് ചെയ്യാമെന്ന് പറയാൻ വളരെ താല്പര്യമുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ വഴിക്ക് വരട്ടെ. ഇതാണ് സൺസ്ക്രീൻ. അപ്പോൾ മോയ്സ്ചറൈസറിന് ശേഷം പിന്നീട് ഇടേണ്ടത് സൺസ്ക്രീനാണ്. അക്വാലോജിക്ക എന്ത് നല്ല പേരല്ലേ. അപ്പോൾ അക്വാലോജിക്കയുടെ സൺസ്ക്രീൻ ആണ് കേട്ടോ അത്. ഇതിൻ്റെ SPF വരുന്നത് 50+ ആണ്. അങ്ങനെ സൺസ്ക്രീനിന് ശേഷം അടുത്ത സംഭവം വന്നിരിക്കുന്നു പ്രൈമർ. അങ്ങനെ പ്രൈമറൊക്കെ നല്ല രീതിയിൽ നമ്മൾ ഡാബ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇടയ്ക്ക് ഞാൻ ഈ പറയുമ്പോൾ ടോ എന്ന് പറയുന്നുണ്ടല്ലേ, സോറി ഗൈസ്, ക്ഷമിക്കണം കേട്ടോ. ഓ, പിന്നെയും ടോ, അത് പോട്ടെ. പിന്നെ അടുത്തതാണ് നമ്മുടെ കൺസീലർ. അപ്പോൾ 2 കൺസീലർ ഉണ്ട്. ഒന്ന് സ്വിസ് ബ്യൂട്ടി, അതുപോലെ തന്നെ മാർസിൻ്റെ ഉണ്ടോ. 2 കൺസീലറും എൻ്റെ സ്കിൻ ടോണിന് ചേരാത്ത കൊണ്ട് തന്നെ ഞാൻ 2 കൂടി മിക്സ് ചെയ്തിട്ടാണ് കറക്റ്ററായിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നത്. എനിക്ക് പറയാൻ യാതൊരു മടിയില്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തായാലും കാണുന്നുണ്ടാവും, എനിക്ക് ഡാർക്ക് സർക്കിൾസ് ഒത്തിരി കൂടുതലാണ്. അതുപോലെ തന്നെ പിമ്പിൾ മാർക്സും കാണാൻ പറ്റുന്നുണ്ടാവും നിങ്ങൾക്ക്. അതുപോലെ തന്നെ ഫേസിൽ പിഗ്മെൻറ്റേഷൻസും ഉണ്ടാവും. പക്ഷേ ഇതൊക്കെ നമ്മൾ ഈ ഒരു കറക്റ്റർ വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഹൈഡ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയുണ്ട്? ഒരു വിധം നമ്മൾ ഫേസ് സെറ്റാക്കിയിട്ടുണ്ട് കറക്റ്റർ യൂസ് ചെയ്തിട്ട്. ഇനി അടുത്തത് നമ്മൾ കൺസീലറാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇത് മാർസിൻ്റെ തന്നെയാണ് കേട്ടോ. പിന്നെ മേക്കപ്പ് ചെയ്യാൻ നമ്മൾ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആവണമെന്നൊന്നും ഇല്ല കേട്ടോ. നമ്മൾ യൂട്യൂബ് നോക്കിയാൽ തന്നെ നമുക്ക് ഒത്തിരി മേക്കപ്പിൻ്റെ ട്യൂട്ടോറിയലൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഇതൊക്കെ പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. വളരെ പാടുള്ള കാര്യമൊന്നുമല്ല മേക്കപ്പ് ചെയ്യുക എന്നുള്ളത് പറയുന്നത്. അപ്പം നമ്മൾ അടുത്ത ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് പ്രോ ഫോറെവർ ആണ്. ഞാൻ യൂസ് ചെയ്തതിൽ വെച്ച് എനിക്ക് ഏറ്റവും നല്ലൊരു ഫൗണ്ടേഷനായിട്ട് തോന്നിയത് ഫോറെവറിൻ്റെ ഫൗണ്ടേഷനാണ്. പണ്ട് ഞാൻ ഇതുപോലെ മേക്കപ്പൊക്കെ ചെയ്തിട്ട് കോളേജിലേക്കും സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് തന്നെ കളിയാക്കി ഒത്തിരി ഫ്രണ്ട്സ് എനിക്കുണ്ടായിരുന്നു. പക്ഷെ ആരൊക്കെ കളിയാക്കിയാലും അന്നും ഇന്നും എനിക്ക് എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യം എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ ഇങ്ങനെ നന്നായി ഒരുങ്ങുക എന്നുള്ളതാണ്. ചെറുപ്പത്തിൽ തന്നെ എൻ്റെ കളറിനെ ബേസ് ചെയ്തിട്ടും എൻ്റെ ഹൈറ്റിനെ ബേസ് ചെയ്തിട്ടും ഒത്തിരി ബോഡി ഷേമിങ് ഞാനൊക്കെ ഇട്ടിട്ടുള്ളതാണ്. ഞാൻ അധികം ഹൈറ്റൊന്നും ഇല്ല, 5 ഫീറ്റേ ഉള്ളൂ കേട്ടോ. പണ്ട് ഇങ്ങനെ കുറേ കളിയാക്കൽ കേട്ടിട്ടും കരയാറുണ്ടെങ്കിലും പക്ഷെ ഇന്ന് ഞാൻ അതൊന്നും തന്നെ ബോധർ ചെയ്യാറില്ല എന്നുള്ളതാണ്. അങ്ങനെ അടുത്ത സ്റ്റെപ്പ് എത്തി. ഇതാണ് നമ്മുടെ മെബിലൈൻ ന്യൂയോർക്കിൻ്റെ കോമ്പാക്ട് പൗഡർ കേട്ടോ. ഇത് ആക്ച്വലി ഒരു പിങ്ക് ഷെയ്ഡാണ് വരുന്നത്. സോ എൻ്റെ സ്കിൻ ടോണിന് മാച്ച് ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാനിത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഒരു പിങ്ക്, ലൈറ്റ് പിങ്ക് ഷെയ്ഡ് വരുന്നത് കാണാൻ പറ്റും ഫേസിൽ. അടുത്തൊരു വലിയ ടാസ്ക്കാണ് ഐ ഷാഡോ ചെയ്യുക എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പൊതുവേ മേക്കപ്പ് ചെയ്യുമ്പോൾ ചെയ്യാറില്ല, പുറത്തെങ്ങോട്ടെങ്കിലും പോകുമ്പോൾ. പക്ഷേ ഇത് നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുകയാണ്. അപ്പോൾ ഞാനത് യൂട്യൂബ് നോക്കിയിട്ട് എൻ്റേതായിട്ടുള്ളൊരു ഐഡിയയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഐ ഷാഡോ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ കൺസീലർ മേലെ ഇട്ട് കൊടുക്കുക. ഒരു ലൈറ്റ് ഷെയ്ഡാണ് നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യേണ്ടത് കേട്ടോ കൺസീലർ. എന്നാൽ മാത്രമേ നമ്മൾ ഡിഫറെൻറ്റ് കളറിലുള്ള ഐ ഷാഡോ ഇട്ട് കൊടുക്കുമ്പോൾ അതെടുത്ത് കാണുള്ളൂ. അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ ലൈറ്റ് ഷെയ്ഡുള്ള കൺസീലർ ഇട്ടിട്ട് വേണം ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള ഐ ഷാഡോസ് നമ്മൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. സോ ഇവിടെ ഇപ്പോൾ ഞാൻ അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ മാർസിൻ്റെ ഐ ഷാഡോ ആണ്. അപ്പോൾ ആദ്യം ഒരു ഓറഞ്ച് ഷെയ്ഡാണ് കേട്ടോ 2 ഐസിലും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇത് എത്രമാത്രം വർക്കാവും എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. അടുത്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇനി ഒരു ഡാർക്ക് ഷെയ്ഡിലുള്ള ഒരു ഷെയ്ഡ് നമ്മൾ ഏറ്റവും സൈഡിൽ നിന്ന് ഇതുപോലെ ഇട്ട് കൊടുക്കുക. 2 കളറാണ് ഇതിന് മേലെയായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. കണ്ടിട്ട് എനിക്ക് കൊളായി എന്നാണ് തോന്നുന്നത് ഗൈസ്. എന്തായാലും ഞാനത് കൈ വെച്ചിട്ട് ഒന്നുകൂടി ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ ഇപ്പത്തെ സൈഡിൽ നിന്ന് വേറൊരു ഷെയ്ഡാണ്, ഒരു ഗ്ലിറ്റൻസ് ഒക്കെ വരുന്ന വേറൊരു ഓറഞ്ച് ഷെയ്ഡിലുള്ള വേറൊരു കളറാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടിട്ട് എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നി. അന്ന് ആരും ബോറും ഇല്ല കേട്ടോ. അങ്ങനെ നമ്മൾ അടുത്ത പണിയിലേക്ക് പോയി. ഐബ്രോ ഷെയ്ഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല പണിയുള്ളതാണ്. അപ്പോൾ ആക്ച്വലി ഇതിൽ വന്നിട്ട് 3 ഷെയ്ഡാണുള്ളത്. ഒരു ആഷ് കളർ, ബ്രൗൺ ഷെയ്ഡ്, അതുപോലെ തന്നെ ബ്ലാക്ക്. ഞാൻ ബ്ലാക്ക് അങ്ങനെ യൂസ് ചെയ്യാറില്ല. കാരണം എന്താ വെച്ചാൽ ബ്ലാക്ക് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അത് എടുത്ത് കാണും ഒരു ബ്ലാക്ക് കളറായിട്ട്. അപ്പോൾ ഞാൻ കൂടുതലും ആഷ് കളർ അല്ലെങ്കിൽ ബ്രൗൺ ആണ് യൂസ് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ ടിപ്പ് ഭാഗം, ഐബ്രോൻ്റെ ടിപ്പ് ഭാഗം ഒന്ന് ഷേപ്പ് ചെയ്യുക എന്നുള്ളതാണ് ചെറിയൊരു പണിയുള്ളത്. അത് പിന്നെ എന്നും ചെയ്യുന്നത് കൊണ്ട് എനിക്കത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റി. ഇത് മെബിലൈൻ്റെ കൊളോസൽ ഐലൈനറാണ്. അത് ഞാൻ മേൽഭാഗത്ത് മാത്രം വാലൊക്കെ ഇട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ മസ്കാര യൂസ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി എനിക്ക് ഐലാഷസ് കുറച്ച് കൂടുതലുള്ളതുകൊണ്ട് തന്നെ ഐലാഷസ് വെക്കേണ്ട കാര്യമില്ല. പിന്നെ മസ്കാരയുടെ കാര്യം പറയാൻ വിട്ടുപോയി കേട്ടോ. ഇത് മാർസിൻ്റെ മസ്കാരയാണ്. അങ്ങനെ മസ്കാരയൊക്കെ ഇട്ട് പോസ് കാണിക്കുമ്പോഴാണ് ഓർത്തത്, അയ്യോ ബ്ലഷ് ഇട്ടില്ലല്ലോ,
അപ്പോൾ നമ്മൾ മാക്കിൻ്റെ ബ്ലഷാണ് യൂസ് ചെയ്യുന്നത്. ഇത് ആക്ച്വലി എൻ്റെ ഫിയാൻസേ വാങ്ങി തന്നാണ് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 3000 സംതിങ് ആണ്. ഞാൻ ഒരിക്കലും ഈ ഒരു ബ്ലഷ് നിങ്ങളോട് വാങ്ങാൻ പറയില്ല, കാരണം ഇത് അഫോർഡബിൾ അല്ല. എന്തായാലും അടുത്തൊരു വീഡിയോയിൽ അഫോർഡബിൾ ആയിട്ടുള്ള ബ്ലഷിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. ഫൈനലി നമ്മൾ നമ്മുടെ മേക്കപ്പിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് വന്നു. ആദ്യം ഒന്ന് ലിപ്പ് ലൈനർ യൂസ് ചെയ്തിട്ട് ലിപ്സ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് വന്നിട്ട് പിൽഗ്രിമിൻ്റെ ലിപ്സ്റ്റിക്കാണ്. ഇത് ആക്ച്വലി റെഡ് ആൻഡ് ബ്രൗൺ മിക്സ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണ്. ആക്ച്വലി ഇത് ഡസ്കി സ്കിൻ ടോണിന് നന്നായിട്ട് ചേരും. എനിക്കൊത്തിരി ഇഷ്ടമുള്ള ലിപ്സ്റ്റിക്കാണ്. പിന്നെ ലാസ്റ്റ് മാർസിൻ്റെ സെറ്റിംഗ് സ്പ്രേ കൂടി അടിച്ചു കൊടുക്കുന്നുണ്ട്. ഫൈനലി നമ്മുടെ മേക്കപ്പ് ലുക്ക് സെറ്റായിട്ടുണ്ട്, ഒരു ഗ്ലോയി മേക്കപ്പ് ലുക്ക്. ഇനി വന്നിട്ട് നമ്മുടെ ഡ്രസ്സ് കൂടി ചേഞ്ച് ചെയ്താലോ. ഇത് വന്നിട്ട് മിന്ത്രയിൽ നിന്ന് എടുത്ത ഒരു ലെഹങ്ക സെറ്റാണ് കേട്ടോ. ഇത് ആക്ച്വലി സെമി സ്റ്റിച്ചഡ് ആണ്. ഇതിൻ്റെ കളർ കോംബോയും അതുപോലെ തന്നെ മെറ്റീരിയലും വളരെ നല്ലതാണ് കേട്ടോ. ഇതിൻ്റെ ലിങ്ക് വേണ്ടവർ എനിക്ക് ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതിയാവും. അപ്പോൾ അങ്ങനെ ഫൈനലി നമ്മൾ കമ്മൽ അതുപോലെ തന്നെ ട്രഡീഷണൽ 2 നെക്ലസ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ചൂട്ടി കൂടി ഇട്ടിട്ട് ഫൈനൽ ലുക്ക് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെക്കും ബൈ ബൈ.